അല്ല നിങ്ങളെ ഭാര്യയ്ക്കാരാ പ്രിയാന്ന് പേരിട്ട്? അതെ, ഞാൻ സ്റ്റോക്ക് എടുക്കാൻ പോവാ. കഴിയുന്നിടത്തോളം ഇതൊന്ന് കൊളാക്കി തരാം. പൈസ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നോക്കി പോയിക്കോളി. പാണ്ടിയിലൊരു തലങ്കം വെൽങ്കം പോണാ. അരവിന്ദ, മേനോൻ സാർ, ഇന്നലെ ബ്ലോസം സ്കൂളിലെ റിസൾട്ട് വരുന്നു പറഞ്ഞ് ചെന്ന് നോക്കിയോ? അത് ശരിയായില്ല സാറേ. എന്ത് പറ്റി? ഇത്തവണ അവനെ ഒരു കിളി ചതിച്ചു. വിജിയോൺ. കാക്കയല്ലേ? കാക്കയല്ലടാ, മുല്ലാക്ക. ഈ സ്കൂൾ അഡ്മിഷൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകിൽ എല്ലായിടത്തെയും പോലെ പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ വേണം. വല്ല മന്ത്രിയോ MLA യോ കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും. മന്ത്രി ഇല്ലേ, ഒരു മുക്കറി ഉണ്ടാവുക മതിയാവോ? പോരെ. അങ്ങനെ ആരെയും പരിചയം? അച്ഛന്മാരെ പരിചയമുണ്ടോ? അച്ഛന്മാരോ? അതല്ല, പള്ളിയിൽ അച്ഛന്മാര്, വല്ല ബിഷപ്പോ വികാരിയോ റെക്ടറോ അങ്ങനെ ആരെങ്കിലും. ആകെ പരിചയം ഉണ്ടായിരുന്ന അച്ഛനോട് ആസ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വന്നിരുന്ന. ഒരു മാസമായിട്ട് ഇപ്പൊ വരണമില്ല. ആ മരുന്ന് പലിച്ച്. അതെയോ? നാളെ പള്ളിയിൽ കൂട്ടമണി കേട്ടിട്ടുണ്ടേനു. ചവിട്ട് വെച്ചോ? ഇവന്റെ ഒരു കാര്യം. ഞാനൊന്ന് ടൗൺ വരെ പോയിട്ട്. ശരി, അപ്പോ ഞാൻ പറഞ്ഞ പോലെ താൻ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് ചെയ്യ. മേനോൻ സാറിന് മരുന്ന് വെച്ചോ? ശരി. ആസ്മേന്റെ ഗുളികല്ലേ നിങ്ങൾക്ക് വേണ്ടേ? താൻ വാങ്ങിക്കോ എൻ്റെ അടുത്ത്. എനിക്ക് വയറ്റുപോക്കിന്റെ ഗുളികയാണോ? രണ്ടിനും ഒന്ന് തന്നെയാ കൊടുക്കല്. ഒന്ന് പോടാ. ലിസി, അലന് സ്പോക്കൺ ഇംഗ്ലീഷ് ട്യൂഷൻ എടുത്ത സാറില്ലേ? ജോർജ് സാറാണോ? പുള്ളി ഇപ്പോൾ കോഴിക്കോടാ. എന്തു പറ്റി? അല്ല, മനുവിന് ഒരാളെ വെക്കാൻ ആലോചിക്കുന്നുണ്ട്. അതാണോ കാര്യം? എനിക്കറിയാവുന്ന 1-2 പേരുണ്ട്. ഞാൻ നമ്പർ തരാം. ശരി. മനുവിന്റെ അഡ്മിഷൻ ശരിയായില്ല അല്ലേ? ഏയ് അതല്ല, ഇപ്പോഴത്തെ പ്ലേ സ്കൂൾ നല്ലതാ. വീട്ടിന്റെ അടുത്തല്ലേ. അടുത്ത കൊല്ലം വേണമെങ്കിൽ അവിടെ തന്നെ പഠിക്കാലോ. പിന്നെ ഈ ട്യൂഷൻ അത് അരവിന്ദേട്ടന്റെ നിർബന്ധമാ. എന്താ മോളെ നീ ഇന്നലെ വിളിക്കാത്തെ? ഇല്ലമ്മേ, ഞാൻ എന്തായി അവന്റെ കാര്യം? ഇനി വേറെ സ്കൂൾ നോക്കണം. അപ്പോ അതും ശരിയായില്ലേ? ഇല്ല. സാരമില്ല, മനുവിനെ കൂട്ടിയിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. കുറച്ചു കാലയില്ലേ കണ്ടിട്ട്. മോളെ, നീ മനുവിനെയും കൂട്ടി ഇങ്ങോട്ടൊന്ന് വരൂ. അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞാ മതി. ഞാനിവിടെ ഓരോരോ കാര്യത്തിന് ഓടി നടക്കോ. അതിലാർക്കും ഒരു വിഷമവും ഇല്ല. അച്ഛൻ അവന്റെ കൂടെ നാളെയും കഴിഞ്ഞ് 2 ദിവസത്തേക്ക് അവധിയല്ലേ? അതാ അച്ഛൻ പറഞ്ഞത്. നോക്കട്ടെ അച്ഛാ, മനുവിന് ട്യൂഷനൊക്കെ ശരിയാക്കാനുണ്ട്. ഞങ്ങക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റണേ. എന്നാ വരാൻ പറ്റാന്ന് ഞാൻ വിളിച്ച് പറയാ അച്ഛാ. ഇവിടെ അഡ്മിഷന്റെ കാര്യം ഓഫീസിലെ തിരക്കോ എല്ലാം കൂടി ഒരുമിച്ച് വന്നോണ്ടാ. അത് മതി. ശരി അച്ഛാ, ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. അതുകൊണ്ട് കളഞ്ഞല്ലോ. ഒരു മൂടില്ല പത്രേട്ടാ. എടാ, പ്രിയ അങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ തന്നെ എന്താണ് തെറ്റ്? ഇപ്പോഴിത്തിരി ബുദ്ധിമുട്ടിയാലും മനു നാളെ എവിടെയെങ്കിലും എത്തുമല്ലോ. ഇന്നത്തെ കാലത്ത് പഠിപ്പ് തന്നെയാണ് പ്രധാനം. ഏതായാലും നീ കാശ് മുടക്കാൻ തയ്യാറാണല്ലോ. അങ്ങനെയാണെങ്കിൽ പറ്റിയൊരു പാർട്ടിയുണ്ട്, സെക്രട്ടേറിയറ്റിലെ സിബി. നമുക്ക് അവനെ ഒന്ന് മുട്ടി നോക്കിയാൽ. തള്ളു സിബി. അവനൊന്നും വേണ്ട, പോകാൻ പറ. നമുക്ക് വേറെ വഴി നോക്കാം. ഈ അറ്റൻഡർമാരെ പിയൂണും അങ്ങനെ വരെ മതിയാവുക. അങ്ങനെയാണ് എനിക്ക് പിടിപാടുണ്ട്. എടാ, അവനൊക്കെ വിചാരിച്ചാൽ വല്ല കാര്യവും നടക്കുമോ? പിന്നില്ലേ, അവന്മാരല്ലേ അവിടുത്തെ കാര്യങ്ങൾ മൊത്തം നടത്തുന്നത്. എന്നാലും ഈ സ്കൂളിലെ പ്യൂണിനെയും അറ്റൻഡറൊക്കെ കാണാന്ന് പറഞ്ഞാ ഞാൻ പോയില്ല.